ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം, അതായത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ മൂത്ത് നല്ല ടേസ്റ്റിയാണ്. ഇത് കറിമുറ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, നമ്മൾ മന്തിയിലേക്ക് നല്ലൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും മുളക് പൊടിയൊക്കെ. ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ആണ് കേട്ടോ. നമ്മൾ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റേണിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ സാൾട്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കന്. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി, നല്ല കുരുമുളക്, നല്ല നാടൻ കുരുമുളക് പൊടിയാണ്, നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ നമ്മൾ കളറ്, അതായത് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഫോർക്കോട്ടൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നാൽ നല്ല ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല പോലെ ഇത് മിക്സ് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ആ സൺഫ്ലവർ ഓയിലിൻ്റെ മണമൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി വഴറ്റുകയാണ് കേട്ടോ. നമ്മളിവിടെ സവാള വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ കോക്കനട്ട് ഓയിലാണ് വഴറ്റിയിട്ടുണ്ടായിരുന്നത്. പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വഴഞ്ഞതിന് ശേഷം മല്ലിച്ചപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അധികം വേണം നമ്മൾ ഉള്ളി വഴറ്റിനേക്ക്, കാരണം മസാല ടേസ്റ്റ് കൂടണമെങ്കിൽ അത് വേണം. പിന്നെ നമ്മൾ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തക്കാളി വട്ടത്തിൽ അരിയണമായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞു എന്നുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ലെമൺ, അതായത് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ല പോലെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. മസാല കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മന്തിയിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ. വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്കായ, മല്ലിച്ചപ്പൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയ്യിൽ നമ്മൾ കാഷ്യൂനട്ടും ബദാമും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വറുത്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് വറുത്തത് നമ്മൾ ചോറിൻ്റെ മേലെ ഇടുമ്പോൾ. അങ്ങനെ നമ്മൾ കാഷ്യൂനട്ടും ഉള്ളിയൊക്കെ വറുത്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ മലബാരി ബിരിയാണിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചോറ് പാകത്തെ വേവിൽ ഊറ്റണം കേട്ടോ, എന്നാലേ നമുക്ക് ദമ്മ് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ നമ്മൾ സെർവ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കാഷ്യൂനട്ടിൻ്റെയൊക്കെ മണം നല്ല വന്നിരുന്നു കേട്ടോ, കാരണം നെയ്യിൻ്റെയൊക്കെ മണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു ഇത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കുകയാണേ. മല്ലിച്ചപ്പിൻ്റെ പൊതിനടക്ക് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ.
അപ്പോൾ നിങ്ങൾ പറയണ കേട്ടില്ലേ, എൻ്റെ ബ്രദർ നല്ല ടേസ്റ്റ് ഉണ്ട് പറയണത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. പണ്ട് മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമായിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നല്ല ഇഷ്ടമാണ്. ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.